ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശരിയായിട്ടുള്ള ഒരു രീതിയിൽ ഹൊറിസോണ്ടൽ സപ്പോർട്ടീവ് റെസിസ്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്യാം, അതുപോലെ ട്രെൽ ലൈൻ ഉപയോഗിച്ച് സപ്പോർട്ടീവ് റെസിസ്റ്റൻസ് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു പോയിൻ്റ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ മാർക്ക് ചെയ്യാം അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വരുന്ന നവംബർ 9 അതായത് ഞായറാഴ്ച, ഈ ആഴ്ചത്തെ ഞായറാഴ്ച ഈവനിങ് 7 മണിക്ക് ഒരു ഫുൾ സെക്ഷനായിട്ട് ഇൻട്രാഡേയുടെ ഒരു ക്ലാസ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ മീറ്റിലായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ആ ഒരു നവംബർ 9 ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ ഹൊറിസോണ്ടൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അതുപോലെ ട്രെൽ ലൈൻ ഉപയോഗിച്ച് എങ്ങനെ ശരിയായിട്ടുള്ള രീതിയിൽ മാർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇത് ഞാനിപ്പം ഈ ഒരു ചാർട്ടിൽ ഇത് ഏതെങ്കിലും ഒരു ചാർട്ടായിട്ട് കണ്ടാൽ മതി കേട്ടോ. നമ്മൾ ഇന്ന ചാർട്ട് അങ്ങനെയൊന്നും നോക്കണ്ട, ഏതെങ്കിലും ഒരു ചാർട്ടായിട്ട് കണ്ടാൽ. അപ്പോൾ നമ്മൾ ഈ ട്രെൽ ലൈൻ വരയ്ക്കുന്നതും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കുന്നതൊക്കെ ഒരു ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് ജസ്റ്റ് ബേസിക്കായിട്ടൊന്ന് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ ഒരു സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു വ്യൂവിൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ സപ്പോർട്ട് മാർക്ക് ചെയ്തു. പിന്നെ തിരിച്ച് എന്ത് സംഭവിക്കാം? മാർക്കറ്റ് ഈ ഒരു ലോയിൽ വരാതെ അതിന് മുമ്പ് ഒരു ലോ വെച്ചിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും ട്രെൽ ലൈൻ ആയിരിക്കണം പിന്നെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ട്രെൽ ലൈൻ ആയിരിക്കണം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതുപോലെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹൈ ഉണ്ടാവും. അപ്പോൾ ആ ഹൈനെ കട്ട് ചെയ്ത് പുതിയൊരു ഹൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പിന്നെ ഈ ഒരു ഹൊറിസോണ്ടലായിട്ടുള്ള ലെവലായിരിക്കൽ മാർക്ക് ചെയ്യേണ്ടുന്നത്. അതിന് പകരം ട്രെൽ ലൈൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു ഹൈയിലോട്ട് ഇങ്ങനെ വേണം റെസിസ്റ്റൻസിനെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ബേസിക് ഒരു ഐഡിയ പറഞ്ഞതാണ്. അത് നമുക്ക് ചാർട്ടിൽ നോക്കാം. ചാർട്ടിൽ നോക്കുമ്പോൾ ഓക്കെ, ഇതിപ്പം താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഈ ഒരു ഏരിയ. ഓക്കെ, താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന ഈ ഒരു ഏരിയ നോക്കുക. ഇവിടെ മാർക്കറ്റ് പോകുന്ന ആ ഒരു കണ്ടീഷൻ നോക്കുക. ഇതിപ്പോൾ 1 hour ടൈം ഫ്രെയിമാണ്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നോക്കാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു കൺഫർമേഷൻ കിട്ടും, ആ ഒരു ചാർട്ടിൻ്റെ ഒരു വ്യക്തത. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നൊരു ലോ വന്നു, തിരിച്ച് മേപ്പോട്ട് കയറാൻ നോക്കി. ഇവിടെ നിന്നും ഒരു ലോ വന്നിരുന്നു, തിരിച്ച് വീണ്ടും മേപ്പോട്ട് കയറാൻ നോക്കി. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും കയറാൻ നോക്കി. തിരിച്ച് താഴത്ത് വന്നിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, തിരിച്ച് വീണ്ടും കയറാൻ നോക്കി. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നോക്കുക, ഈ മുകളിലോട്ട് പോകുമ്പോഴുള്ള സപ്പോർട്ട് ഏരിയകളൊന്ന് നോക്കുക. ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് ഏരിയകൾ എന്താണ്? ഇവിടെയായിരുന്നു ആദ്യത്തെ ഒരു സപ്പോർട്ട് വന്നിരുന്നു. ഓക്കെ, ഇവിടെയായിരുന്നു ആദ്യത്തെ ഒരു സപ്പോർട്ട്. അപ്പോൾ അടുത്തൊരു ലോ വന്നത് എവിടെയാണ്? ഇവിടെ നിന്ന് ഇറങ്ങി ഈ താഴെ വരെ വന്നിട്ട് ഇവിടം വരെ വന്നോളൂ. ഓക്കെ, ഇവിടം വരെ വന്നോളൂ. ആ ഹൊറിസോണ്ടലായിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? താഴത്ത് വരാതെ തിരിച്ച് മേളിൽ കയറിയതുകൊണ്ട് ഈ ഒരു താഴത്തെ ഈ ഒരു പോയിൻറ്റും അതുപോലെ തൊട്ട് മുമ്പുള്ള ഈ ഒരു പോയിൻറ്റും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ട്രെയിൽ ലൈനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു പോയിൻറ്റും ഈ ഒരു പോയിൻറ്റും കണക്ട് ചെയ്തു. അപ്പോൾ തിരിച്ചു വരുമ്പം ഇവിടെ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വന്നില്ല, അതിന് തൊട്ട് മുമ്പ് ഒരു ലോ വെച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ട്രെൽ ലൈൻ അന്നേരം കൊടുത്തേക്കാം. ഓക്കെ, പിന്നെ അതുപോലെ നമ്മളൊരു ലെവൽ മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയും വിക്കും കൂടെ ചേർത്തൊരു സോണാക്കി വേണം എപ്പോഴും മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഒരു സോണാക്കി മാർക്ക് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലോയിൽ വന്നിട്ട്
ഒരു ലെവൽ ഇങ്ങനെ മാർക്ക് ചെയ്തിടാതെ ഒരു സോണാക്കി മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ വരയ്ക്കുന്ന വരയാണിത്. അപ്പോൾ ആ വരയിൽ എക്സാക്റ്റ് വന്നിട്ട് പോകണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ ആ സോണിൽ വന്ന് ടച്ച് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ ആ സോണിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് റിവേഴ്സ് ആവാം, അല്ലെങ്കിൽ ആ സോണിനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ട് റിവേഴ്സ് ആകാം. ഇതായിരിക്കും അവിടുത്തെ വ്യൂ. അവിടെ ഒരു സപ്പോർട്ടുണ്ട്. ആ ഒരു ഏരിയയ്ക്ക് അടുത്ത് എവിടെ നിന്നെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ. അപ്പം നമ്മൾ അവിടെ അതിനെ ഒരു സോണാക്കി തന്നെ മാർക്ക് ചെയ്യുക, ഒരു വര വരയ്ക്കുന്നതിന് പകരം. ഓക്കെ, ഇനിയിപ്പം മുകളിലോട്ട് മാർക്ക് ചെയ്യുന്ന ഈ ഒരു ട്രെൽ ലൈൻ ആയാലും ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെൽ ലൈൻ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിനെ വേണമെങ്കിലും ആ ഒരു ബോഡിയും വിക്കും കൂടെ ചേർത്തിട്ട് നമുക്കിങ്ങനെ ഈ ഒരു പാരലൽ ചാനൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഈ ഒരു ട്രെൽ ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ട്രെൽ ലൈൻ്റെ തൊട്ടടുത്ത് നിന്നോ, അല്ലെങ്കിൽ ട്രെൽ ലൈനിൽ തൊട്ടിട്ടോ, അല്ലെങ്കിൽ ട്രെൽ ലൈനെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ടോ അവിടുന്ന് റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ. ഓക്കെ, അപ്പോൾ ഒരു ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഒരു വര വരയ്ക്കുന്നതിന് പകരം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ബോഡിയും വിക്കും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ സോണാക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? തിരിച്ച് അതേ ഏരിയയിൽ വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ആ സോണിൻ്റെ അകത്ത് കയറിയിട്ട് തിരിച്ച് റിവേഴ്സായി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഒരു വരയാണ് ഇട്ട് വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഒരു ഹൈ ഈ വിക്കിന് മേടി പോയിട്ടുണ്ട്. ഒരു വരയാണ് ഇട്ട് വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു വരയിൽ പോയി ടച്ച് ആയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ആ വരയിൽ ടച്ച് ആവട്ടെ എന്നിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു വ്യൂവിൽ നമ്മളിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ആ ഒരു സോണിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ, അല്ലെങ്കിൽ ആ സോണിന് മുകളിൽ സ്ട്രോങ് ആയിട്ട് കയറി പോകണം, മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു 5 മിനിറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ 5 മിനിറ്റാണ്. ഇവിടെ നിന്ന് നോക്കുക, മാർക്കറ്റ് മുകളിൽ നിന്നും താഴത്തോട്ട് ഇറങ്ങി വരുന്നു. ഓക്കെ, ഇവിടുന്ന് മുകളിൽ നിന്നും താഴത്തോട്ട് ഇറങ്ങി വരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ബൈയിങ് പ്രഷർ ക്രിയേറ്റ് ചെയ്ത് മേപ്പോട്ട് പോകാൻ നോക്കി, താഴെ വന്നു, തിരിച്ച് കയറുമ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആകാം എന്നുള്ളൊരു വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കാതെ ആ ഒരു ബോഡിയും വിക്കും കൂടെ ചേർത്ത് ഒരു സോണാക്കി മാർക്ക് ചെയ്യുക ഇങ്ങനെ. അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരാം എന്നുള്ള വ്യൂ. അങ്ങനെയായിരിക്കണം നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ താഴെ നോക്കുക, താഴെ ഇവിടെയായിരുന്നു മാർക്കറ്റിൻ്റെ ലോ വന്നിരുന്നത്, ഈ ഒരു റേഞ്ച് വരെ. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനടുത്ത് വരാതെ പുതിയൊരു ലോ എവിടെയാണ് വെച്ചത്? പുതിയൊരു ലോ വെച്ചത് അതിൻ്റെ മുകളിലാണ്. അതായത് ഇവിടെയാണ് ഒരു ലോ വെച്ചത്, ഈ ലോയിൽ വരാതെ കയറിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഈ ട്രെൽ ലൈൻ്റെ ടൂൾ എടുക്കുക, പാരൽ ചാനൽ എടുത്തിട്ട്, അല്ലെങ്കിൽ ആ ട്രെൽ ലൈൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ താഴെ നിന്നും മുകളിലത്തെ ലെവലിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വിടുക. ഓക്കെ, അതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോഡിയും വിക്കും കൂടെ ഒക്കെ ചേർത്ത് ഇങ്ങനെ ഒരു സോണാക്കി വേണമെങ്കിലും ആ ട്രെൽ ലൈനെ മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു സോണിൻ്റെ ഉള്ളിൽ നിന്നും, അല്ലെങ്കിൽ ആ സോണിനടുത്ത് നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ള വ്യൂ, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴത്തോട്ട് വരാം എന്നുള്ള വ്യൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു റേഞ്ചിനെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മാർക്ക് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ അതിന് തൊട്ട് താഴത്ത് നോക്കുമ്പോൾ ഇവിടെ വന്നിട്ടൊരു പുൾ ബാക്ക് എടുത്തിട്ട് താഴെ വന്ന് തിരിച്ച് കയറി. അപ്പം ഈ ഒരു ബോഡിയും ആ ഒരു വിക്കും കൂടെ ചേർത്ത് ഒരു സോണാക്കി തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അടുത്ത ഹൈ വന്നത് ഇവിടെയാണ്. ഇവിടെ വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാമെന്നുള്ള വ്യൂ. ഓക്കെ, അവിടെ വരാഞ്ഞതുകൊണ്ട് ആ ഒരു ഹൈയിൽ നിന്നും താഴത്തെ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ഇങ്ങനെ വിടുന്നു, ഈ പോയിന്റിലേക്ക് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ആകുന്നത്.
അപ്പോൾ ആ ഒരു ലെവലിനെ നമ്മളിങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങോട്ടേക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൽ ലൈൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും, അതായത് നമ്മൾ ബോഡിയും വിക്കും കൂടെ ചേർത്തൊരു സോണാക്കി മാർക്ക് ചെയ്യുകയോ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ബോഡിയും വിക്കും കൂടെ ചേർത്തിട്ട് ഒരു സോണാക്കി, നമ്മളെപ്പോഴും ഒരു സോണാക്കി തന്നെ വരയ്ക്കുക. കാരണം ഇത് നമ്മൾ വരയ്ക്കുന്ന വരയാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഈ ചാർട്ടിൽ വരയ്ക്കുന്ന വരയാണ്. അപ്പോൾ എക്സാക്റ്റ് ആ വരയിൽ തൊട്ടിട്ട് പോകണമെന്നൊന്നുമില്ല. അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിന് അടുത്ത് വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോവാം. അതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു റേഞ്ചായിട്ട് ഒരു വരയായിട്ട് വരച്ചിടാതെ, നിങ്ങൾക്ക് വര വരയ്ക്കാം, ഒരു വര വരച്ചിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ല എക്സ്പീരിയൻസ് ആയതിന് ശേഷം ഒരു വര മാത്രം വരച്ചിട്ടിരുന്നാലും മതി. അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയ്ക്ക് അടുത്ത് നിന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, അതായിരിക്കും അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ അതെ, ഇവിടെ ഒരു ലോ വെച്ചിട്ട് മാർക്കറ്റ് പിന്നെ അടുത്ത ലോ ഇവിടെ വെച്ച്, അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ബോഡിയും വിക്കും കൂടെ ചേർത്ത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് താഴത്തൊരു ലോ വെച്ച്, അതിന് താഴത്തൊരു ലോ വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സമയത്ത് തന്നെ ഈ ഒരു ലോയും തൊട്ട് താഴത്തുള്ള ലോയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുക, ഈ ഒരു ലോയും കൂടെ. ഓക്കെ, എന്നിട്ട് അതിനെ ഇങ്ങനെ താഴത്തോട്ട് ഇട്ടേക്ക്. ഓക്കെ, അത് നമ്മൾ വേണമെങ്കിൽ ഇത് കണക്ക് ഒരു സോണാക്കി തന്നെ ആ ഒരു ലെവലിനെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ബോഡിയും വിക്കും കൂടെ ചേർത്തോ ആ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്ത് കൂടുതൽ ടച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്താലും ഇങ്ങനെ ട്രെൽ ലൈൻ്റെ ഇതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്താലും കൂടുതൽ ടച്ചസ് കിട്ടുന്ന ഏരിയകൾ തമ്മിലായിരിക്കണം നമ്മൾ കണക്ട് ചെയ്ത് വിടേണ്ടത്. ഓക്കെ, ഇനി ഇത് താഴെ നിന്നും മേപ്പോട്ട് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് ഇവിടെയാണ് ഒരു ലോ വെച്ചിട്ട് മേളിപ്പോയത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുക. ഈ രണ്ട് പോയിന്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് വിട്ടേക്കുക. ഓക്കെ, ഇനി ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്, താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോയിൽ നിന്നാണ് മാർക്കറ്റ് മേളി വരെ പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വലിയ വിക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വിക്കിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കുക. ബോഡിയും വിക്കും കൂടെ ചേർത്ത് വലിയൊരു സോൺ ആക്കണ്ട. ആ ഒരു ബോഡിയുടെ അടുത്തൊരു ലെവൽ മാർക്ക് ചെയ്യുക, വിക്കിൻ്റെ അടുത്തും ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ടേക്കുക. ആ ഒരു വിക്കിൻ്റെ ഏരിയ ആയിരിക്കും അതിൻ്റെ എക്സ്ട്രീം ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രീം ഹൈ എന്ന് പറയുന്നത്. ഇപ്പം ചില സമയത്ത് ഇങ്ങനെ വരാം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിക്ക് വരുന്നത് ഇത് ബോഡി, അതുപോലെ ഇത് വിക്ക്. അപ്പോൾ ഇതിനെ ഇങ്ങനെ നമ്മൾ സോണാക്കി വരയ്ക്കാതെ ഒരു രണ്ട് ലെവലായിട്ട് വരച്ചാൽ മതി. ഈ ബോഡിയുടെ ഏരിയയിൽ ഒരു ലെവൽ, അതുപോലെ വിക്കിൻ്റെ താഴത്ത് ഒരു ലെവൽ. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പം ഇത് കുറച്ച് ദൂരം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സോണിൻ്റെ അടുത്ത് നിന്നും എൻട്രി പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു വിക്കിൻ്റെ താഴത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെറിയ ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ച് റിസ്ക് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് ലെവലായിട്ട് അതിനകത്ത് ആയിരിക്കും. അടുത്തടുത്തായിട്ടാണ് ഈ സോൺ പോലെ വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിനെ അങ്ങനെ തന്നെ മാർക്ക് ചെയ്തതാണ്ട്. ഇപ്പോൾ ഇവിടെ ചെറിയ വിക്ക് വന്നിട്ട് പോയി. ഓക്കെ, ഈ ഒരു ഹൈ ബോഡിയും വിക്കും കൂടെ ചേർത്ത് ഒരു സോണാക്കി നമുക്ക് തൊട്ടടുത്തുനിന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ വരയ്ക്കുക. അപ്പോൾ ആ ഒരു കയ്യിൽ പോകാതെ തിരിച്ച് താഴത്തോട്ട് വരുന്നത് കൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങനെ ട്രെയിൽ ലൈൻ വരച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇനി എപ്പോഴെങ്കിലും ആ ഒരു ട്രെയിൽ ലൈനിലേക്ക് വരുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആകാം എന്നുള്ള വ്യൂ. ഓക്കെ, അപ്പോൾ ഈ ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു ഏരിയ ആയിട്ട് വേണം എപ്പോഴും നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു സോൺ പോലെ മാർക്ക് ചെയ്തിടുക. ഒരു വര വരച്ചിടുന്നതിന് പകരം ഇത് കണക്കൊരു സോണാക്കി വരയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇങ്ങനെ ഒരു സോണാക്കി വരച്ചിടുക. അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് അടുത്ത് നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ കിട്ടും.
ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ പോയിട്ട് ഈ വീഡിയോ കാണാണ്ട്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് കൂടുതൽ ടച്ചസ് കിട്ടണം. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആ ഒരു സോണിൻ്റെ തൊട്ടടുത്ത് നിന്നോ സോണിനകത്ത് കയറിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു സോണിന് ജസ്റ്റ് വെളിയിൽ പോകുന്ന കണക്ക് കാണിച്ചിട്ടോ ആ ഒരു റേഞ്ചിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാമെന്നുള്ളത്. അപ്പോൾ ഒരു ഏരിയ ആയിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ ഈ ഒരു വിക്കും മേളിലത്തെ ആ ഒരു ബോഡിയും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ സോണാക്കുന്നു. അപ്പോൾ ഈ ഒരു സോണിൻ്റെ ഈ ഒരു റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ആ ഒരു സോണിന് താഴത്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട് പോകാം എന്നുള്ള വ്യൂ. ഓക്കെ, ഇപ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു ഹൈ വെച്ചിട്ട് അടുത്ത ഹൈ ഇവിടെ വെച്ച്, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്നും അടുത്ത ഹൈയിലേക്ക് ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിടുക. അപ്പോൾ തിരിച്ച് മേപ്പോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവിടുന്ന് താഴെ വന്നു, തിരിച്ച് മേപ്പോട്ടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാമെന്നുള്ള വ്യൂ. ഓക്കെ, ഇത് ഏത് ടൈം ഫ്രെയിമിൽ നോക്കിയാലും ഇങ്ങനെ തന്നെ ചെയ്യുക. നമ്മളെപ്പോഴും ഒരു വര വരച്ചിടുന്നതിന് പകരം ജസ്റ്റ് ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. ഒരു ചെറിയൊരു സോൺ ഏരിയ പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു വര വരച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. ചിലപ്പോൾ ആ വരയിൽ കറക്റ്റ് ടച്ച് ചെയ്യത്തില്ല. അപ്പോൾ ആ വരയിൽ എത്തിയില്ലല്ലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഇരിക്കുക. അപ്പോൾ അതിനൊരു സോണാക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആ ഒരു സോണിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ള വ്യൂവിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് പേര് യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോകൾ കണ്ടിട്ട് ഇത് കണക്ക് ലെവൽ മാർക്ക് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ്, നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. കറക്റ്റായിട്ട് എങ്ങനെ ഒരു ലെവൽ മാർക്ക് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് പോയത്, അപ്പോൾ ഈ ഒരു വിക്കും തൊട്ട് മുമ്പുള്ള ആ ബോഡിയും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരു സോൺ ആക്കുക. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ വ്യൂ എന്താണ്, ഈ ഒരു സോണിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ള വ്യൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ കണ്ടില്ലേ, ആ സോണിന് താഴത്ത് വന്നിട്ടുണ്ട്, സോണിനകത്ത് നിന്നിട്ടുണ്ട്, സോണിന് മേളിൽ നിന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ആ ഒരു സോണിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ള വ്യൂ, അല്ലെങ്കിൽ ആ സോണിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം മേപ്പോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൈ വെച്ചു, തിരിച്ചടുത്ത കൈ വെക്കുന്നത് മുകളിലായിട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഹൊറിസോണ്ടലായിട്ട് മാർക്ക് ചെയ്യാതെ ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചിട്ട് തൊട്ട് മേളിലുള്ള ആ രണ്ട് പോയിന്റിനെ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വിടുക. അപ്പോൾ ഒരു വശം ഇനി എപ്പോഴെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്നോ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ടോ ട്രെൻഡ് ലൈനെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന കണക്ക് കാണിച്ചിട്ടോ അവിടുന്ന് റിവേഴ്സ് ആകാം എന്നുള്ളൊരു വ്യൂ. ഓക്കെ, അതിനെ ഒരു റേഞ്ചായിട്ട് തന്നെ മാർക്ക് ചെയ്യുക, വിക്കും ബോഡിയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ആ ഒരു ലെവലിനെയും ഇങ്ങനെ ഒരു സോണാക്കി തന്നെ വരയ്ക്കുക. ചെറിയൊരു സോൺ പോലെ മാർക്ക് ചെയ്തിടുക, ഒരു റേഞ്ചായിട്ട് മാർക്ക് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരു ട്രെൻഡ് ലൈനും അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ടുള്ള ലെവലും നല്ല രീതിയിൽ ശരിക്കും മാർക്ക് ചെയ്യേണ്ടുന്നത് ഇതേ രീതിയിലായിരിക്കണം. ഈ ഒരു ഏരിയ നോക്കുക, ഇവിടുന്ന് ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് മേളിൽ പോയി, അടുത്ത ലോ അതിന് മേളിലാണ്, വീണ്ടും അടുത്ത ലോ അതിന് മേളിലാണ്. അപ്പോൾ ഈ താഴെ നിന്നും മുകളിലോട്ട് നമ്മളിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തങ്ങിടുക. ഓക്കെ, ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിടുക. അപ്പോൾ മേപ്പോട്ട് പോകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനെയും ഇങ്ങനെ ഒരു റേഞ്ചായിട്ട് ഒരു സോൺ പോലെ മാർക്ക് ചെയ്തിടുക, ഒരു റേഞ്ചായിട്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. നമുക്കിങ്ങനെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടച്ചസ് കിട്ടിയാൽ മതി, കൂടുതൽ ടച്ചസ് കിട്ടണം. ആ ഒരു റേഞ്ചിൽ എവിടെ നിന്നെങ്കിലും മാർക്കറ്റ് റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാം എന്നുള്ളത്. ഓക്കെ, ഇത് ഞാൻ കുറേ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ആ ഒരു ബോഡിയും ആ ഒരു വിക്കും കൂടെ ചേർത്ത് ഒരു സോണാക്കി മാർക്ക് ചെയ്യുക. ഓക്കെ,
താഴത്തൊരു ലോ വെച്ചിട്ട് തൊട്ട് മുകളിലാണ് അടുത്ത ലോ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ട്രെൽ ലൈൻ ഉപയോഗിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിടുക. ഓക്കെ, ബോഡിയും വെക്കും കൂടെ ചേർത്ത് ഒരു ചെറിയൊരു സോൺ പോലെ. താഴത്തേക്കാണെങ്കിൽ മുകളിൽ ഹൈ വെച്ചു, തിരിച്ച് വീണ്ടും അടുത്ത ഹൈ ഇവിടെ വെച്ച്, അപ്പോൾ ആ 2 പോയിൻറ്റിനെ കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ വിടുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെൽ ലൈൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ളത്. ഇതിനെ താഴത്തോട്ട് പിടിക്കുകയാണെങ്കിൽ ഇതൊരു പാരലൽ ചാനലിലാണ് പോകുന്നത്. 2 പോയിൻ്റ് തമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റും ഇവിടുന്ന് താഴെ വന്നു, ഇവിടെ മേളിൽ പോയി. അപ്പോൾ ഈ ഒരു 2 പോയിൻ്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് താഴത്തോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. അതുപോലെ വീണ്ടും അതേ റേഞ്ചിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് ആകാം എന്നുള്ളത്. അതിന് എപ്പോഴാണോ ആ ഒരു റേഞ്ച് വിട്ട് വെളിയിൽ പോകുന്നത് അന്നേരം അത് മുകളിലോട്ട് പിന്നെ പോകും, അല്ലെങ്കിൽ താപ്പോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ വരയ്ക്കുമ്പോഴും ഒരു റേഞ്ചായിട്ട് തന്നെ വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ, ഒരു റേഞ്ചായിട്ട് തന്നെ നമ്മൾ വരയ്ക്കുക, ഒരു വര വരയ്ക്കാതെ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, അത് താഴത്തോട്ടാണ് വന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ഹൈയിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് ആ ഒരു വിക്കും ബോഡിയും കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുക, ഒരു സോൺ പോലെ. ഓക്കെ, എപ്പോഴായാലും ഹൊറിസോണ്ടലായിട്ടുള്ള ലെവൽ മാർക്ക് ചെയ്യുമ്പോഴും ഒരു സോൺ പോലെ മാർക്ക് ചെയ്യുക. ഒരു ട്രെൽ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോഴും ഒരു സോൺ ഏരിയ പോലെ മാർക്ക് ചെയ്യുക. അതുപോലെ വിക്കും ബോഡിയും കൂടെ തമ്മിലായിരിക്കണം ഹൊറിസോണ്ടൽ ലെവലൊക്കെ മാർക്ക് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ ബോഡിയും ആ ഒരു വിക്കിൻ്റെ ഏരിയയും കൂടെ, അപ്പോൾ ആ ഒരു റേഞ്ച് ആയിരിക്കും അവിടുത്തെ ആ ഒരു ഹൈ എന്ന് പറയുന്നത്. ആ ഒരു വിക്കും ബോഡിയും കൂടെ ചേർത്തുള്ള ആ ഒരു റേഞ്ച്. അല്ലാതെ നമ്മൾ ആ ഒരു വിക്കിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഒരു വര ഇട്ട് വെക്കണ്ട, ഒരു സോണാക്കി തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ഐഡിയ കിട്ടും, ആ ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആണ് എന്നുള്ളൊരു. ഓക്കെ, ആ ഒരു ബോഡിയും വിക്കും കൂടെ ചേർത്ത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആദ്യമേ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പോയി ചാർട്ടിൽ പോയിട്ട് നോക്കുക. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന രീതികൾ അതേ രീതി തന്നെ നിങ്ങൾ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇതുപോലെ തന്നെ ചെയ്യുക ബാക്ക് ടെസ്റ്റിംഗ്. നമ്മളൊരു ഏരിയ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുക. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കതൊരു എക്സ്പീരിയൻസ് ആയിക്കൊള്ളുന്നില്ല. ഓക്കെ, അപ്പം ഇതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഈ വീഡിയോ കാണുക. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.